വെൽക്കം ടു ഓട്ട്കട്ട ദ ഓട്ട് കാച്ചി ടോക്ക്. ഇന്ന് മെൽബൺ സിറ്റിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെൽബൺ സിറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ കാലത്തെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പരാമർശിക്കാം. അപ്പോൾ വേറെ ഒന്നുമല്ല, എന്താ പറയുക, 1837 നമ്മുടെ ബ്രിട്ടീഷ് എംപയർ ഭരിച്ചിരുന്നത്, ബ്രിട്ടീഷ് എംപയറിൻ്റെ രാജ്ഞി ക്വീൻ വിക്ടോറിയ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷ് എംപയറിന് ഓസ്ട്രേലിയയിൽ 6 കോളനികളുണ്ടായിരുന്നു. അതിലത്തെ ഒരു കോളനിയാണ് വിക്ടോറിയ. ആ രാജ്ഞിയുടെ പേര് വെച്ചാണ് ആ രാജ്ഞിയുടെ സ്ഥലം അല്ലെങ്കിൽ ആ രാജ്ഞിയുടെ കോളനി എന്ന രീതിയിലാണ് വിക്ടോറിയ കോളനി അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റേറ്റിന് വിക്ടോറിയ എന്ന് പേര് വന്നത്. ഓസ്ട്രേലിയയിലെ ഒരു സ്റ്റേറ്റാണ് വിക്ടോറിയ. അത് ക്വീൻ വിക്ടോറിയയുടെ പേരിലാണ് ആ സ്റ്റേറ്റ് ഉണ്ടായത്. അപ്പോൾ ആ സ്റ്റേറ്റിൽ എന്താ പറയുക, ഒരു പോർട്ട് ഉണ്ടായിരുന്നു. ആ പോർട്ടിൻ്റെ പേര് പോർട്ട് കിങ്, പിന്നീട് അത് പോർട്ട് ഫിലിപ്പായി മാറി. അപ്പോൾ ഈ ഫിലിപ്പ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ സൗത്ത് വെയിൽസ് ആയിരുന്നു അവരുടെ മെയിൻ കോളനി. അപ്പോൾ ആ ന്യൂ സൗത്ത് വെയിൽസ് കോളനിയുടെ കിങ് അല്ലെങ്കിൽ എന്താ പറയുക, അവിടുത്തെ റൂളറാണ് ഈ ഫിലിപ്പ്. അപ്പോൾ ആളുടെ ഒരു സൈനിക ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആളുടെ ഒരു ടീം ഇങ്ങനെ ഓസ്ട്രേലിയ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന സമയത്ത് അവർ കണ്ടുപിടിച്ച ഒരു പോർട്ടാണ് ഈ പോർട്ട് ഫിലിപ്പ് ബേ. അതായത് നമ്മുടെ വിക്ടോറിയയിലുള്ള ആ പോർട്ട് ഉണ്ടല്ലോ, ഡോക്ക്ലാൻഡ്സിൻ്റെ അവിടെയുള്ള പോർട്ട്, ആ ഒരു ബേ ഉണ്ടല്ലോ, ആ ബേനെ പറയുന്ന പേരാണ് പോർട്ട് ഫിലിപ്പ് ബേ. അപ്പോൾ അവരങ്ങനെ ഈ അവരുടെ യാത്രക്കാർ ജേണിയൊക്കെ നടത്തുന്ന അവരുടെ എക്സ്പ്ലോറേഴ്സ് കണ്ടുപിടിച്ച ഒരു ബേ ആണ് ഫോർട്ട് ഫിലിപ്പ് ബേ. അപ്പോൾ ആ ബേയിൽ അവർ വന്ന് കപ്പലിൽ വന്ന് അവിടെ ബേയിൽ വന്നിറങ്ങി അവരിങ്ങനെ പല സ്ഥലങ്ങളും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ അവർ അവിടെ പല സ്ഥലങ്ങളിലും ഇവിടെ കോൺവിക്സ്, ഈ കള്ളന്മാർ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യണവരെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടുപിടിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസും അങ്ങനെ പല സംഭവങ്ങളും, ഡിഗ്ഗിങ്ങും ഗോൾഡ് മൈനിങ്ങും ഒക്കെ പലതും അവരതിൻ്റെ ഭാഗമായിട്ട് തുറന്നു. അപ്പോൾ അങ്ങനെ ഒരു കച്ചവടത്തിൻ്റെ ഒരു ഹാർബർ പോലെ ഒരു പോർട്ടായിട്ടാണ് മെൽബൺ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ആ പോർട്ട് ഭരിച്ചിരുന്ന ഒരു ഗവർണറാണ് റിച്ചാർഡ് ബർക്ക്. അപ്പോൾ ഈ അന്നത്തെ 1837 ആ റിച്ചാർഡ് ബർക്ക് തീരുമാനിച്ചു ഈ പോർട്ടിനടുത്ത് അവരുടെ ഫാമിലി, അവരുടെ കാര്യങ്ങളൊക്കെ, ഫാമിലിയും ഒരു വരാനും ഒരു കുറച്ച് അവരുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് പണിയാൻ നമ്മുടെ റിച്ചാർഡ് ബർക്ക് തീരുമാനിച്ചു. അപ്പോൾ ആ റിച്ചാർഡ് ബർക്ക് ഇതിനു വേണ്ടി ഒരു സ്ഥലം നോക്കി നടന്നു. ഒരു നല്ലൊരു സ്ഥലം കിട്ടാൻ വേണ്ടി അങ്ങേര് ഇത് റിച്ചാർഡ് ബർക്കിൻ്റെ പോർട്ട് ഫിലിപ്പിലുള്ള ഒരു സർവേയർ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലാൻഡ് സർവേയർ ബിൽഡിംഗ് സർവേയർ, ഒരു എൻജിനീയർ എന്ന് പറയാം, ആ എൻജിനീയറിനെ ഏൽപ്പിച്ചു. ആ ആളുടെ പേരാണ് റോബർട്ട് ഹൂഡിൽ. അപ്പോൾ ഈ റോബർട്ട് ഹൂഡിൽ ആണ് ഈ നമ്മുടെ ഇന്നത്തെ മെൽബൺ CBD ഡിസൈൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ റോബർട്ട് ഹൂഡിൽ ഇങ്ങനെ നോക്കി ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു. അതായത് ഇന്നത്തെ നമ്മുടെ യാരാ റിവർ ഉണ്ടല്ലോ, സിറ്റിയിലുള്ള യാരാ റിവർ, ആ യാരാ റിവറിൻ്റെ നോർത്തിലായിട്ട് മെൽബൺ CBD പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ പല ഡിസൈനുകൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതിലൊരു ഫസ്റ്റ് വന്ന തീരുമാനിച്ചൊരു ഡിസൈനാണ് ഒരു ബിഗ് റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡ് എടുത്തിട്ട് യാരാ റിവറിന് നോർത്തിലുള്ള ഒരു ബിഗ് റെക്ടാങ്കുലർ പ്ലോട്ട്, ആ പ്ലോട്ടിൽ ഒരു 48 റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ ഗ്രിഡ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതായത് നമുക്കൊരു എന്താ പറയുക, ഇമാജിൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ പറയാം, നമ്മുടെ ഈ ചോക്ലേറ്റ് ബാർ ഉണ്ടല്ലോ, കുറേ ചെറിയ കട്ടകളുള്ള ചോക്ലേറ്റ് സ്ലാബ് അല്ലെങ്കിൽ ബാറ്, നമ്മുടെ മിൽക്കി ബാറോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ചോക്ലേറ്റ് ബാറുകളുണ്ടല്ലോ, അതിൽ ഓരോ ബ്ലോക്ക് പോലെയാണ് അങ്ങേര് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിൽ 48 റെക്ടാങ്കുലർ ബ്ലോക്സിൻ്റെ
ഒരു ബിഗ് റെക്ടാങ്കുലർ CBD ഉണ്ടാക്കാൻ ആൾ തീരുമാനിച്ചു. അപ്പോൾ അത് അങ്ങനെ അപ്രൂവലായി. അപ്പോൾ അതിനുള്ള ലൊക്കേഷൻ കണ്ടു. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാര റിവറിന് തൊട്ടും സൈഡിൽ കൂടെ പോകുന്ന ഫ്ലിൻഡർ സ്ട്രീറ്റും, അതാണ് ബോട്ടം എന്താ പറയുക സൗത്ത് ബൗണ്ടറി. പിന്നെ ഈസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിംഗ് സ്ട്രീറ്റ്. പിന്നെ ടോപ്പ് ബൗണ്ടറി എന്ന് പറഞ്ഞ് ലോൺസ്ഡെയിൽ സ്ട്രീറ്റ്. പിന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ സ്പെൻസർ സ്ട്രീറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഡിസൈൻ്റെ ബൗണ്ടറി. അപ്പോൾ ഈ സ്ട്രീറ്റുകൾക്കും പേരിടുമ്പോൾ അതിനും ഒരു റീസൺ പുറകിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ന്യൂ സൗത്ത് വെയിൽസ് കിങ് പോർട്ട് ഫിലിപ്പ് ബേ കണ്ടുപിടിക്കാൻ വന്ന അവരുടെ എക്സ്പ്ലോററിൽ ഒരാളായിരുന്നു മാത്യു ഫ്ലിൻഡേഴ്സ്. ആ മാത്യു ഫ്ലിൻഡേഴ്സ് അവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത ആളുടെ പേരിലാണ് ഫ്ലിൻഡർ സ്ട്രീറ്റ് എന്ന സ്ട്രീറ്റ്, ഫ്ലിൻഡർ സ്ട്രീറ്റിന് പേരിടുന്നത്. ആളുടെ പേര് മാത്യു ഫ്ലിൻഡർ. അപ്പോൾ ആ ഫ്ലിൻഡറാണ് ഫ്ലിൻഡർ സ്ട്രീറ്റായി മാറുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദേൺ ക്രോസ് സ്റ്റേഷൻ, അതിൻ്റെ മുമ്പത്തെ പേരായിരുന്നു സ്പെൻസർ സ്ട്രീറ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്പെൻസർ സ്റ്റേഷൻ. അത് അവരുടെ ഒരു ചാൻസലറിൻ്റെ പേരായിരുന്നു. യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടനിലെ ആ നേരത്തെ ഒരു ചാൻസലറിൻ്റെ പേരിലാണ് ആ സ്പെൻസർ സ്ട്രീറ്റ് കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് എൻഡ് ഇപ്പോഴത്തെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ കൂടെ പോണ വഴിയാണ് ഈസ്റ്റ് എൻഡിലുള്ള വഴി. അതിന് സ്പ്രിംഗ് സ്ട്രീറ്റ്. ആ സ്പ്രിംഗ് സ്ട്രീറ്റിൻ്റെ പേരും ഒരു ചാൻസലറാണ്. അറ്റ് ദ സെയിം ടൈം ആ സ്പ്രിംഗ് സ്ട്രീറ്റ് എന്ന് പേരിടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിച്ചാർഡ് ബെർക്ക് സ്പ്രിംഗ് ടൈമിലാണ് വരണേ. ആ സ്പ്രിംഗ് ടൈമിൽ വരുമ്പോൾ അവിടെ ഗോൾഡൻ വാറ്റിൽ ട്രീ പൂത്തുലഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് ആ ഏരിയയിൽ നിറയെ ഗോൾഡൻ വാറ്റിൽ ട്രീയും അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ നിൽക്കണുണ്ട്. അപ്പോൾ ഒരു സ്പ്രിംഗ് പോലെ ഒരു ഇത് വന്നു. മാത്രമല്ല അപ്പോൾ അങ്ങേര് വിചാരിച്ചു ആ സ്ട്രീറ്റിന് സ്പ്രിംഗ് സ്ട്രീറ്റ് എന്ന് പേരിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇപ്പോൾ 3 സൈഡ് കഴിഞ്ഞു. ഇനി മുകളിലത്തെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺസ്ഡെയിൽ സ്ട്രീറ്റ്. അത് അവരുടെ ഒരു ഗവർണർ തന്നെയാണ് ലോൺസ്ഡെയിൽ സ്ട്രീറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 4 ഇതാണ് നമ്മുടെ മെൽബൺ CBDയുടെ ഫസ്റ്റ് ബൗണ്ടറി. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇനി പറയുന്നത് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെടുത്താണ്ട് ഞാൻ പറയാം. അത് വേറെ ഒന്നും ഉണ്ടല്ല, അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിൽ ഹിസ്റ്ററിയിൽ ഇത് പല രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ പല ഗവർണർമാരുടെയും പേരുകളാണ് ഓരോ സ്ട്രീറ്റിന് വന്നതാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്നത് അങ്ങനെയല്ല. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മെൽബൺ CBD എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വഴികൾ ഓർത്തിരിക്കാനുള്ള ഒരു കാര്യമാണ് പറയാൻ പോണേ. അപ്പോൾ നമ്മുടെ സദേൺ ക്രോസ് സ്റ്റേഷന് തൊട്ട് മുമ്പിലാണ് സ്പെൻസർ സ്ട്രീറ്റ്. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷ് രാജാവ് എന്ന് പറയുന്നത് കിങ് എന്ന് പറയുന്നത് വില്യം ആയിരുന്നു. അപ്പം ഇനി ഹിസ്റ്ററിയും അതൊക്കെ മറക്കാം. ഇനി പറയാൻ പോകുന്നത് അത് എങ്ങനെയാണ് മെൽബൺ സ്ട്രീറ്റുകളുടെ പേര് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയും കൂടി അവരുടെ ഗവർണേഴ്സും കൂടി കുറച്ച് പൈസയൊക്കെ ആയിട്ട് സ്പെൻസർ സ്ട്രീറ്റിൽ വന്നു പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ സദേൺ ക്രോസ് സ്റ്റേഷനിൽ ഇറങ്ങി സ്പെൻസർ സ്ട്രീറ്റിൽ വന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരവിടെ സ്പെൻസർ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞിട്ട് രാജാവിന് തോന്നി ഈ രാജാക്കന്മാർക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കിയാലോ എന്ന് വെച്ചു. അപ്പോൾ ഈ സ്പെൻസർ സ്ട്രീറ്റിൻ്റെ പാരലായിട്ട് ഒരു കിങ് സ്ട്രീറ്റ് ഉണ്ടാക്കി. അപ്പോൾ കിങ് സ്ട്രീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നി ഇത് രാജാക്കന്മാരുടെ പേരിലല്ലേ അറിയുള്ളൂ, എൻ്റെ പേരിൽ അറിയപ്പെടണമെങ്കിൽ എൻ്റെ പേരിലൊരു വഴി ഉണ്ടാക്കണം. അപ്പോൾ ഈ കിങ് തീരുമാനിച്ചു എൻ്റെ പേരായ കിങ് വില്യം, അതായത് അപ്പോഴത്തെ രാജാവായിരുന്ന കിങ് വില്യത്തിൻ്റെ പേരിലൊരു സ്ട്രീറ്റ് ഉണ്ടാക്കി. അപ്പോൾ സ്പെൻസർ സ്ട്രീറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്യാൻ വന്ന രാജാവ് ഒരു കിങ് സ്ട്രീറ്റ് പണിത് കഴിഞ്ഞിട്ട് വില്യം സ്ട്രീറ്റ് പണിത്, ആളുടെ പേരിലൊരു സ്ട്രീറ്റ് പണിത്. ഇത് രണ്ടും പണിത് കഴിഞ്ഞിട്ട് രാജ്ഞീനെ നോക്കിയപ്പോൾ രാജ്ഞിയുടെ പേരില്ല. അപ്പോൾ ഈ രാജ്ഞിമാരുടെ ബ്രിട്ടീഷ് ഭരിച്ച രാജ്ഞിമാരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു വഴി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവിടെ ക്വീൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഈ സ്പെൻസർ സ്ട്രീറ്റിനും കിങ് സ്ട്രീറ്റിനും വില്യം സ്ട്രീറ്റിനും പാരലായിട്ട് ഒരു ക്വീൻ സ്ട്രീറ്റ് പണിതു. ഈ ക്വീൻ സ്ട്രീറ്റ് പണിത് കഴിഞ്ഞപ്പോൾ ആ രാജ്ഞി ചോദിച്ചു എൻ്റെ സ്വന്തം പേരിലൊരു സ്ട്രീറ്റ് വേണ്ടേ. അപ്പോൾ ഈ ക്വീൻ സ്ട്രീറ്റിന് തൊട്ടപ്പുറത്തായിട്ട് എലിസബത്ത്
സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ എലിസബത്ത് സ്ട്രീറ്റ് രാജ്ഞിയുടെ പേരിലല്ല ഇട്ടാണ്. ഹിസ്റ്ററി പ്രകാരം എലിസബത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ റിച്ചാർഡ് ബർക്ക് ഗവർണറിൻ്റെ ഭാര്യയുടെ പേരാണ്. പക്ഷേ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ക്വീൻ സ്ട്രീറ്റ് ക്വീൻ എലിസബത്തിൻ്റെ പേരിലിട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഇവരുടെ കൂടി ഇരുന്ന 2 ഗവർണർമാർ നമ്മുടെ രാജാവിനെയും രാജ്ഞിനെയും നോക്കി. അപ്പോൾ പറഞ്ഞു ഓക്കെ, സ്വാൻസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു ഗവർണർക്ക് ആളുടെ പേരിലൊരു സ്ട്രീറ്റ് ഇട്ടു. അതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്ത ഗവർണറായിരുന്ന റസൽ, അങ്ങനെ റസൽ സ്ട്രീറ്റ് പേര്. അപ്പോൾ ഇതൊക്കെ പാരലൽ സ്ട്രീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ റസൽ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ആ രാജാവ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു എക്സിബിഷൻ സെൻറ്റർ ഉണ്ടാക്കാം. അങ്ങനെ ഈ റസൽ സ്ട്രീറ്റിന് അപ്പുറത്ത് എക്സിബിഷൻ സെൻറ്റർ ഉണ്ടാക്കി. ആ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ വഴിയാണ് എക്സിബിഷൻ സ്ട്രീറ്റ്. അപ്പോൾ എക്സിബിഷൻ സെൻറ്ററും എക്സിബിഷൻ സ്ട്രീറ്റും ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജാവും രാജ്ഞി വിചാരിച്ചു വന്ന അവർ ഗവർണർമാർ വിചാരിച്ചു, ഇത്രയൊക്കെ ആയില്ലേ, ഇനി അതിൻ്റെ അപ്പുറത്ത് ഒരു ഗാർഡൻ പണിയാം. അപ്പോൾ ഗാർഡനിൽ പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ സ്പ്രിംഗ് സ്ട്രീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ സ്പ്രിംഗ് സ്ട്രീറ്റിൻ്റെ അപ്പുറത്ത് ഗാർഡൻ, അപ്പോൾ അതിലെപ്പോഴും പൂക്കളുണ്ടായി നിൽക്കും, സ്പ്രിങ് പോലെ തോന്നണം. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ട്രീറ്റിനെ സ്പ്രിംഗ് സ്ട്രീറ്റ് എന്ന് ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ സ്പ്രിംഗ് സ്ട്രീറ്റിൻ്റെ അപ്പുറത്ത് അവർ ഒരു പാർലമെൻറ്റ് മന്ദിരം പണിത് പാർലമെൻറ്റ് ഉണ്ടാക്കി. അതിന് പുറകിൽ ഗാർഡനും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ പേരുകൾ ഓർത്തിരിക്കാൻ ഒരു വഴി, സ്പെൻസറിൽ വന്ന കിങ് വില്യം, ക്വീൻ എലിസബത്ത്, സ്വാൻസ്റ്റൺ, റസൽ, എക്സിബിഷൻ, സ്പ്രിംഗ്. ഇതാണ് ഈ വെർട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് ഉള്ള വഴികളുടെ പേര് മെൽബൺ CBD. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് മുകളിലേക്കുള്ള സ്ട്രീറ്റുകളുടെ പേര്. അടിയിൽ നിന്ന് മുകളിലേക്കുള്ള സ്ട്രീറ്റുകളുടെ പേര് വേറെ ഒന്നുമല്ല. നേരത്തെ ആ ഫ്ലിൻഡർ സ്ട്രീറ്റ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്പ്ലോററുടെ പേരിലിട്ട ഫ്ലിൻഡർ സ്ട്രീറ്റ്. ആ ഫ്ലിൻഡർ സ്ട്രീറ്റിൻ്റെ മുകളിലായിട്ട് ഫ്ലിൻഡറിനെ അസിസ്റ്റ് ചെയ്യാനൊരു ചെറിയ ലൈൻ, അപ്പോൾ ഫ്ലിൻഡേഴ്സ് ലൈൻ, ഫ്ലിൻഡർ സ്ട്രീറ്റ്, ഫ്ലിൻഡർ ലൈൻ. അതിന് മുകളിൽ കോളിൻ സ്ട്രീറ്റ്, ലിറ്റിൽ കോളിൻ സ്ട്രീറ്റ്. അതിന് മുകളിൽ ബർഗ് സ്ട്രീറ്റ്, ലിറ്റിൽ ബർഗ് സ്ട്രീറ്റ്. അതിന് മുകളിൽ ലോൺസ്റ്റെയിൽ സ്ട്രീറ്റ്, ലിറ്റിൽ ലോൺസ്റ്റെയിൽ സ്ട്രീറ്റ്. അതിന് മുകളിൽ ലാട്രോബ് സ്ട്രീറ്റ്. അപ്പോൾ ഈ ലിറ്റിൽ ലോൺസ്റ്റെയിലും ലാട്രോബ് സ്ട്രീറ്റും ഒരു അഡീഷനാണ്. അങ്ങനെ CBD 48 എന്നുള്ളത് 64 ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ 2 ലൈനാണ് ഈ പറഞ്ഞ 2 ലിറ്റിൽ ലോൺസ്റ്റെയിലും ലാട്രോബ് സ്ട്രീറ്റും. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വ്യൂ എടുത്ത് നോക്കുമ്പോൾ അതൊരു ഹൗസ് പോലെ ആക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ഒരു ചെരിച്ച ഓട് വാർത്തണ പോലെ, ഒരു വീടിൻ്റെ മുകളിൽ ചെരിച്ച ഇത് വെച്ചാണ പോലെ ഒരു ക്വീൻ സ്ട്രീറ്റ് ഉണ്ടാക്കി. അത് രാജ്ഞിയുടെ പേരിലാണ്. ആ ക്വീൻ വിക്ടോറിയ സ്ട്രീറ്റ് ഉണ്ടാക്കി. ആ വിക്ടോറിയ സ്ട്രീറ്റും ക്വീൻ സ്ട്രീറ്റും മുട്ടേൻ്റെ ഇടതുവശത്തായിട്ട് അവരൊരു ക്വീൻ വിക്ടോറിയ മാർക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു കഥയാണ് ആ കഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബർഗ് സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് ഫിലിപ്പയുടെ ഗവർണറായിരുന്ന ബർക്കിൻ്റെ പേരിലാണ് ബർഗ് സ്ട്രീറ്റ്. അപ്പോൾ അങ്ങേരുടെ പേരിലൊരു സ്ട്രീറ്റ് ഉണ്ടാക്കിയതാണ് ആ ബർഗ് സ്ട്രീറ്റ്. എന്നാൽ അങ്ങേരുടെ ഭാര്യയുടെ പേരാണ് എലിസബത്ത്. അപ്പോൾ ആളുടെ പേരിലുണ്ടാക്കിയ സ്ട്രീറ്റാണ് എലിസബത്ത് സ്ട്രീറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് മെൽബൺ CBD കിടക്കുന്നത്. അപ്പോൾ ഈ CBDയിൽ പിന്നെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CBDക്ക് ചുറ്റും ഒരു റെയിൽവേ ലൂപ്പ് ഉണ്ടാക്കി. ആ റെയിൽവേ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ 2 സൈഡ്, അതായത് നമ്മുടെ സദേൺ ക്രോസ് സൈഡും ഇപ്പുറത്തെ ഫ്ലിൻഡേഴ്സ് സൈഡും മോളിൽ കൂടെ ഫ്ലൈ ഓവർ വെച്ച് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കി. എന്നാൽ അപ്പുറത്തെ സൈഡ് അണ്ടർഗ്രൗണ്ട് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കി. അപ്പോൾ അണ്ടർഗ്രൗണ്ട് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കി. അപ്പോൾ ആ സിറ്റിക്ക് ചുറ്റും ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പിലുള്ള സ്റ്റേഷൻസാണ് സദേൺ ക്രോസ് സ്റ്റേഷൻ, ഫ്ലിൻഡർ സ്ട്രീറ്റ് സ്റ്റേഷൻ, പാർലമെൻറ്റ് സ്റ്റേഷൻ, അത് പാർലമെൻറ്റിന് മുമ്പിലുള്ളത്. പിന്നെ മെൽബൺ സെൻട്രൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാഗ് സ്റ്റാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കറങ്ങി സദേൺ ക്രോസ് സ്റ്റേഷനിലെത്തും. ഇതാണ് മെൽബൺ CBDക്ക് ചുറ്റുമുള്ള റെയിൽവേ ട്രാക്ക്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെൽബൺ CBDയിൽ ഉള്ള എല്ലാ ട്രാമുകളും
ട്രാം ഫ്രീ സോണാണ്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല മെൽബൺ CBD ഉള്ളിൽ കിടന്ന് കറങ്ങാൻ. പിന്നെ ഈ മെൽബൺ CBDയുടെ തൊട്ട് താഴെയുള്ള യാരാർ റിവറിന് അപ്പുറത്ത് സൗത്തിൽ ഉള്ള ഒരു മെയിൻ അട്രാക്ഷനാണ് നമ്മുടെ ക്രൗൺ പ്ലാസ അല്ല, നമ്മുടെ ക്രൗൺ കാസിനോ. ഈ ചൂത് കളിക്കാനുള്ള ക്രൗൺ സെൻറ്റർ, അത് കാസിനോ ആണ്, ഒരു വലിയ കാസിനോ ആണ്. മെൽബണിൽ വന്നു കഴിഞ്ഞാൽ മെൽബണിൻ്റെ CBDയുടെ തൊട്ടടുത്ത് തന്നെ, അതായത് മെൽബണിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണാണ്ട് പോകാൻ പറ്റില്ല ക്രൗൺ കാസിനോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് 2 മെൽബണിലെ ബിഗ് ടവേഴ്സ് ഉണ്ട്. ഒന്ന് മുമ്പത്തെ സ്കൈ ഡെക്ക്, യുറാക്ക സ്കൈ ഡെക്ക്. ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ടവർ വന്നിട്ടുണ്ട്, അതാണ് മെൽബൺ സ്റ്റാർ. അപ്പോൾ ഇതാണ് മെൽബണിനെ കുറിച്ചുള്ള ഒരു റഫ് ഐഡിയ. പിന്നെ മെൽബണിലെ സദേൺ ക്രോസ് സ്റ്റേഷനിൽ നിന്നാണ് V ലൈനുകൾ കൺട്രി സൈഡിലേക്ക് പോകുന്നത്. പിന്നെ മെയിൻ സിറ്റി സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലിൻഡർ സ്ട്രീറ്റ് സ്റ്റേഷൻ എന്ന് പറയും. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെൽബൺ CBD. അപ്പോൾ ഇത് ആദ്യമായിട്ട് മെൽബണിലേക്ക് വരുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒരു മെൽബൺ CBDനെ കുറിച്ചൊരു റഫ് ഐഡിയ ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് വരുന്നവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് മെൽബൺ CBDയിലെ വഴികളെക്കുറിച്ചും എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ കിടക്കണമെന്നുള്ളതും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓഡ് കാച്ചിങ്.